വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവേൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ചെറിയ മാമ്പഴമായിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ രീതിയിൽ കാണിക്കാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് മാമ്പഴം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് അവിടെ അങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് മൺചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ അതേപോലത്തെ 2 പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മാമ്പഴം ഇതിലൊക്കെ ഇട്ട് എടുത്തിട്ട് നമ്മൾ പൊടികളും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കുറേ സമയം കുക്ക് ചെയ്യാൻ ആവശ്യം വരില്ല. ആ പൊടികളിൻ്റെ പച്ചമണം മാറി കിട്ടും കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് തന്നെ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. മൂടി വെച്ചിട്ടെങ്കിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ തുറന്നിട്ട് അതിൽ കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഇതിൻ്റെ ആ മുളകിൻ്റെ കൊത്തും എല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ചെയ്തിട്ടെടുക്കണേ. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അത് നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് മാമ്പഴം ഇങ്ങനെ തൊളി കളയാം കേട്ടോ. ഇത് നാട്ടിലുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ കുറച്ച് നാൾ മറ്റേ ഇതിണ്ടാവില്ലേ, സിപ്ലോ കവർ ഉണ്ടാവില്ലേ, അതിലൊക്കെ വെച്ചിട്ട് ഫ്രീസറിലൊക്കെ വെച്ച് എടുത്താൽ മതി. അപ്പോൾ കേട് വരില്ല കേട്ടോ. ഞാൻ നാട്ടിലുണ്ട് കൊണ്ടുവന്ന ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനാണ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. എല്ലാ മാമ്പഴം നമുക്കിങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോഴേക്ക് നമുക്ക് നമ്മൾ ഗ്രേവി ഒന്ന് തിളച്ച് കിട്ടും കേട്ടോ. മിക്സ് ചെയ്യുക. ഉപ്പോ എരിവോ അല്ലെങ്കിൽ മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ മാമ്പഴം നല്ല മധുരമൊന്നുമില്ല, ഭയങ്കര പുളിയുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം മാമ്പഴം നന്നായിട്ട് കുക്കായിട്ട് വരണം കേട്ടോ. 5 മിനിറ്റെങ്കിലും എടുക്കും. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണേ. ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ അതിലേക്ക് മുളക് പൊടി പച്ചമുളക് ഇട്ട കാരണം കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട ആ സമയം കൊണ്ട് ഇത് കുക്കായി കിട്ടും കേട്ടോ. ചെക്ക് ചെയ്യുക. ഇതിലേക്ക് മധുരം
ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നാളികേരം അരച്ച് കൊണ്ടുവന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ദൂരക്കും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. സിമ്പിളാണ്, വലിയ കാര്യമില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ നാളികേരത്തിൻ്റെ പച്ചമണം മാറുമ്പോൾ ദൂരക്കും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണേ. ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഉപ്പ് എരിവ് എല്ലാം പാകമായിട്ടുണ്ട്. കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാമ്പഴം കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ട് കിട്ടും. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെച്ചെടുക്കുക. തൈര് വെച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഓഫാക്കിയ ശേഷം എന്നോട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ ചട്ടിയുടെ ചൂടുണ്ടാവില്ലേ, അത് മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ഒന്നും ആവശ്യമില്ല, നമുക്ക് കാച്ചി വയ്ക്കാം. ഇനി ഒരു പാനിലോ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിനുശേഷം കടുകിട്ട് കൊടുക്കുക. കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇതെല്ലാം കൂട്ടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അത്രയല്ലോ, നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ കറി കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായം പറയാം കേട്ടോ, കമൻ്റായിട്ട് പറയണേ. കണ്ട ഇത്രയല്ല കേട്ടോ, നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.